ഒന്നാമത്തെ ചോദ്യം, കുർബാന മധ്യേ വിശ്വാസ പ്രമാണത്തിന് ശേഷം ശുശ്രൂഷക്കാരൻ ധൂപക്കുറ്റി ഹൈക്കലായിൽ വീശുന്നതിന്റെ പൊരുൾ എന്താണ്? ഹൈക്കലായിൽ ധൂപം വയ്പ്പിന് ശേഷം പുറജാതികൾ പള്ളിയിൽ നിൽക്കാൻ പാടില്ല എന്നത് ശരിയാണോ? അതെന്തുകൊണ്ടാണ് അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ധൂപാർപ്പണത്തിന്റെ പൊരുളൊന്ന് പറഞ്ഞ ശേഷം ഞാൻ ഉത്തരം പറയാം. ധൂപാർപ്പണത്തിന്റെ പൊരുൾ നമ്മളെ ബൈബിളിൽ കാണുന്നു. വെളിപാട് പുസ്തകം 8-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു, യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ഈ വെളിപാട് പുസ്തകത്തിലൂടെ വർണ്ണിക്കുന്നത് സ്വർഗത്തിലെ ആരാധനയാണ്. സ്വർഗത്തിലെ ആരാധനയിൽ ധൂപാർപ്പണമുണ്ട്. വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം ധൂപാർപ്പണമുണ്ട്. അപ്പൊ നമ്മുടെ ആരാധനയെ സ്വർഗീയമാക്കുവാനാണ് ധൂപാർപ്പണം. ഈ ലോകത്തിലെ നമ്മുടെ ആരാധനയെ സ്വർഗത്തിലെ ആരാധനയാക്കുവാനാണ് ധൂപാർപ്പണം. ധൂപാർപ്പണം മൂലം പാപക്ഷമ ലഭിക്കുന്നു. ബൈബിൾ പറയും പാപക്ഷമ ലഭിക്കുന്നു, ബാധകൾ നീക്കുന്നു എന്ന് പറയും. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. പാപക്ഷമ ലഭിക്കുന്നു ധൂപാർപ്പണം മൂലം, ബാധകളെ നീക്കുന്നു. നമുക്കെല്ലാം അതുപോലെ ധൂപവർഗം ഹൃദയത്തെ സന്തോഷിപ്പിക്കും. നമ്മുടെ ദുഃഖങ്ങളൊക്കെ സന്തോഷമായിട്ട് മാറും, നിരാശ പ്രത്യാശയായിട്ട് മാറും. സദൃശ്യ വാക്കുകൾ 27-9 ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ധൂപാർപ്പണം. ശലോമോൻ ദേവാലയത്തിൽ ധൂപാർപ്പണം നടത്തി. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്, നിയോഗപ്രകാരമാണ്. ദേവാലയത്തിൽ ധൂപാർപ്പണം ദൈവ നിർദ്ദേശപ്രകാരമാണ്. നമ്മളത് തുടരുന്നു. 2 ദിനവൃത്താന്തം 2-4 പല വാക്യങ്ങളുണ്ട്. ആദിമസഭയുടെ ആരാധനയെ പറ്റി അപ്പോസ്തല പ്രവൃത്തി 2:42 പറയും. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതിൽ അപ്പം നുറുക്കൽ ശുശ്രൂഷ വികസിച്ചതാണ് വിശുദ്ധ കുർബാന. അതിനെക്കുറിച്ച് പിന്നെ കൂടെ വിശദമായിട്ട് പറയാം. ആദിമസഭാ കൂട്ടായ്മകളിൽ സ്നാനം കഴിച്ച് ക്രിസ്ത്യാനികളായവരുമുണ്ട്, സ്നാനം കഴിക്കാനായി ഒരുങ്ങുന്ന വിശ്വാസമൊക്കെ പഠിച്ചു വരുന്ന ആളുകളുണ്ട്. പുറജാതികളാണ് അവർ, വിശ്വാസം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സ്നാനമേറ്റ ക്രിസ്ത്യാനികളും ഉണ്ട്, പുറജാതികളാർ വിശ്വാസം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പിന്നെ കാറ്റക്യൂമനോ എന്ന് പറയും, വിശ്വാസ പഠിതാക്കൾ എന്ന് പറയും. ആദിമ കൂട്ടായ്മകൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഉപദേശത്തിലും കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ഇവരെല്ലാം പങ്കെടുത്തു. ക്രിസ്ത്യാനികളായവരും പുറജാതികളും എല്ലാവരും പങ്കെടുത്തു. പക്ഷേ അപ്പം നുറുക്കൽ ശുശ്രൂഷയിൽ സ്നാനമേറ്റവരെ മാത്രമേ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ ആദിമസഭ. അതുകൊണ്ട് കുർബാനയിൽ സ്നാനമേറ്റ് ക്രിസ്ത്യാനികളായവരാണ് പങ്കെടുക്കേണ്ടത്. ആദിമസഭയെ പോലെ ഇന്നും കുർബാനയുടെ ആമുഖ ഭാഗം കഴിഞ്ഞ് ശുശ്രൂഷക്കാരൻ പള്ളിയുടെ പുറകിൽ വരെ ധൂപം വീശിപ്പോകും. പുറജാതികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിക്കുള്ളിൽ നിന്ന് പുറത്തു പോകണം. ആ സമയത്ത് അവർക്കുള്ള സ്ഥലം പൂമുഖമാണ്, നാർത്തക്സ് എന്ന് പറയും. പള്ളിക്ക് മുമ്പുള്ള പൂമുഖം, അവിടെ പുറജാതി നിൽക്കുന്ന തടസ്സമില്ല. പള്ളിക്കുള്ളിലല്ല, അവിടെ അപ്പം നുറുക്കൽ ശുശ്രൂഷ നടക്കുക. മാത്രമല്ല, ആദിമസഭയിൽ കുർബാനയിൽ പങ്കെടുത്തവരെല്ലാവരും കുർബാന അനുഭവിച്ചിരുന്നു. അനുഭവിച്ചിടുന്നവർക്കായി അർപ്പിക്കുന്ന ഈ കുർബാനയെ നമ്മൾ പാട്ട് പാടും. കുർബാന അർപ്പിക്കുന്നത് അനുഭവിക്കുന്നത് വേണ്ടി, എല്ലാവരും അനുഭവിക്കാൻ വേണ്ടിയാണ്. സഭാംഗങ്ങളെല്ലാവരും. അതിൽ നാണമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സ്വത്ത് വിശുദ്ധ കുർബാനയാണ്. ഏറ്റവും വലിയ ധനം, പവിഴം, ഏറ്റവും വില കൂടിയ കാര്യം
വിശുദ്ധ കുർബാന ആണ്. അത് ഭക്ഷിക്കണം. ജീവിതത്തിൽ പരമാവധി ഭാഗം ഭക്ഷിക്കണം, പരമാവധി അവസരങ്ങളിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സ്നാനമേറ്റ് ക്രിസ്ത്യാനികളായവർ പള്ളിക്ക് അകത്ത് നിൽക്കും. അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പോകാനുള്ള സൂചനയാണ്. അവർ പള്ളിക്ക് പുറത്ത് പോകണം. അവർക്ക് അവിടെ നിൽക്കാം, തടസ്സമൊന്നുമില്ല. അകത്ത് കുർബാന, ഇതെല്ലാം കുർബാന അനുഭവിക്കുന്നവർക്കുള്ളതാണ് ഈ ആരാധന, കുർബാന അനുഭവം. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ പുഷ്ടി ഉണ്ടാകുവാൻ പരമാവധി പ്രാവശ്യം കുർബാന അനുഭവിക്കണം. ഒരുക്കത്തോടെ, ഭക്തിയോടെ, പ്രാർത്ഥനയോടെ. അത് ധനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനെ പ്രേരിപ്പിക്കണം വിശുദ്ധ കുർബാന അനുഭവിക്കണം. ഞാൻ ആദ്യം ചോദ്യം ഇപ്പോഴിവിടെ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ടതാണ്. ധൂപക്കുറ്റി വീശുമ്പോൾ അഭിമുഖമായി കുരിശു വരയ്ക്കണമെന്നുണ്ടോ? ആണ് ചോദ്യം. ധൂപക്കുറ്റി വീശുമ്പോൾ അഭിമുഖമായി കുരിശു വരയ്ക്കേണ്ടതുണ്ടോ? കുരിശു വര നിശബ്ദമായ ഒരു പ്രാർത്ഥനയാണ്. പ്രയർ, ഒരു പ്രാർത്ഥനയാണ്, നിശബ്ദമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കുരിശിനെ ബഹുമാനിക്കുന്നത്? യേശു ക്രിസ്തു രക്ഷയുടെ ആയുധമായി കുരിശിനെ ഉപയോഗിച്ചു. അപ്പൊ ക്രിസ്തു നൽകുന്ന രക്ഷയെ അനുസ്മരിപ്പിക്കുന്നു. നമ്മൾ ആ രക്ഷയെ സ്വീകരിക്കുകയാണ് കുരിശുവരയിലൂടെ. കർത്താവ് നൽകുന്ന രക്ഷയെ നമ്മൾ സ്വീകരിക്കുകയാണ്. ബഹുമാനം കൊടുക്കലാണ് കുരിശുവര. വെനറേഷൻ, ഗ്രീക്ക് ഭാഷയിൽ പ്രൊസ്ക്യുനീസിസ് എന്ന് പറയും. ഗ്രീക്ക് ഭാഷയിൽ രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് ലാട്രയ എന്ന് പറയും, അത് ആരാധന. ഒരു വസ്തുവിനെ ദൈവമാക്കി കണ്ട് അതിനെ ആരാധിക്കുന്നതിനാ ലാട്രയ എന്ന് പറയും. അതിൽ നിന്നാണ് ഐഡോലട്രി വന്നത്, ബിംബാരാധന. ഐഡോലട്രി, ലാട്രയ. കുരിശിനെ ബഹുമാനിക്കുന്ന ലാട്രയ അല്ല, അതിനെ ദൈവമായി കണ്ട് ബഹുമാനിക്കുകയല്ല. അതാണ് പ്രൊസ്ക്യുനേസിസ്, വെനറേഷൻ എന്ന് പറയും. നമ്മൾ ബഹുമാനം കൊടുക്കലാണ്. ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ആരാധനയ്ക്ക് ബഹുമാനം കൊടുക്കലാണ് നമ്മൾ കുരിശു വരച്ച്. കാരണം വിശുദ്ധരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം എടുത്തു എന്നാ ബൈബിൾ പറയുന്നത്. വെളിപാട് പുസ്തകം 5:8. 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. നാം ധൂപത്തിന്റെ മുമ്പിൽ വീഴുന്നില്ല, പക്ഷേ പകരം കുനിഞ്ഞു വണങ്ങുകയാണ്. നമ്മൾ കുനിഞ്ഞു വണങ്ങണം, അതിനെ സ്വീകരിക്കുക. അഭിമുഖമായി നിന്ന് കുരിശു വരച്ച് വണങ്ങണം, കുനിഞ്ഞു വണങ്ങണം. അത് നമ്മുടെ കടമയാണ്. നമ്മൾ ബഹുമാനം കൊടുക്കുകയാണ്. ക്രിസ്തുവിൽ നൽകുന്ന രക്ഷയെ നമ്മൾ സ്വീകരിക്കുകയാണ്, അനുസ്മരിക്കുകയാണ്. കർത്താവിന്റെ മനുഷ്യാവതാരത്തിന് ബഹുമാനം കൊടുക്കുകയാണ്. ധൂപക്കുറ്റി വീശുമ്പോൾ അലക്ഷ്യമായി നിൽക്കരുത്, അഭിമുഖമായി നിന്ന് കുരിശു വരയ്ക്കണം, അതിനെ ബഹുമാനിക്കണം. മൂന്നാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കൂസോയോ നിർബന്ധമുണ്ടോ? കൂസോയോ പ്രാപിക്കാതെ അങ്ങ് കുർബാന അനുഭവിച്ചാൽ എളുപ്പമായിരുന്നല്ലോ അല്ലേ? എന്തിനാ ഈ അച്ഛൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്നത് അല്ലേ? സമയം കളയുന്നത് എന്തിനാ? ആയിരിക്കില്ല. കുർബാന സ്വീകരിക്കാൻ കൂസോയോ നിർബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, സെഹിയോൻ മാളികയിൽ എല്ലാവരും കാല് കഴുകിക്കൊണ്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ പങ്കെടുത്തത്. അത് അന്നത്തെ ആചാരമായിരുന്നു. കാല് കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് സ്വയം വൃത്തിയാക്കി വെടിപ്പാക്കി ഒരുക്കത്തോടു കൂടിയാണ് പ്രധാന ചടങ്ങുകൾ സംബന്ധിക്കുന്നത്. യേശുക്രിസ്തു കുർബാന സ്ഥാപിച്ചപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഒരുക്കത്തോടെ കാലുകൾ കഴുകി ആ പരിപാവന കർമ്മത്തിൽ തങ്ങളെ തന്നെ ഒരുക്കിയാണ് സംബന്ധിച്ചത്. കുർബാന അനുഭവിക്കാൻ ഒരുങ്ങി വേണം. ആർക്കും എപ്പോഴും എങ്ങനെയും കയറി ഭക്ഷിക്കാവുന്നതല്ല കുർബാന. യോഗ്യമായി പങ്കെടുക്കണം. അത് കർത്താവിന്റെ ശരീരവും രക്തവും തന്നെയാണ്. അത് വെറും ഓർമ്മ മാത്രമല്ല. വിശുദ്ധ കുർബാന കർത്താവിന്റെ ശരീരവും രക്തവും തന്നെയാണ്. ആണ് നമ്മുടെ വിശ്വാസം, സഭയുടെ വിശ്വാസം. പണ്ടെന്തോ നടന്ന ഒരു കാര്യം ഓർമ്മിക്കുകയല്ല, അതിനപ്പുറമായ അർത്ഥം അതിനുണ്ട്. ഇത് കർത്താവിന്റെ ശരീരവും രക്തവും തന്നെയാണ്. അതിൽ യോഗ്യമായി പങ്കെടുക്കണം, ഒരുക്കത്തോടെ പങ്കെടുക്കണം. ഈ ഒരുക്കത്തെ സഭ എങ്ങനെയാണ് നിഷ്കർഷിക്കുന്നറിയാം? ഒന്ന്, മറ്റ് ഭക്ഷണത്തിന്റെ അവശിഷ്ടം വയറ്റിൽ ഉണ്ടാകരുത് കുർബാന അനുഭവിക്കുമ്പോൾ.
ഈ ഭക്ഷണം ദഹിക്കാൻ എത്ര മണിക്കൂർ വേണം? 4-6 മണിക്കൂർ വേണം. നമ്മുടെ സാധാരണ പറഞ്ഞ ഒരു 6 മണിക്കൂറെങ്കിലും വേണമെന്നാണ് പൂർണ്ണമായി ദഹിക്കാൻ. നിശ്ചിത മണിക്കൂർ ഉപവസിച്ചിരിക്കണം കുർബാന അനുഭവിക്കാൻ. വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ച് പോയി കുർബാന അനുഭവിക്കാൻ സഭ പഠിപ്പിക്കുന്നില്ല. അത് തെറ്റാണ്, പാപമാണ്. മറ്റ് ഭക്ഷണത്തിന്റെ അവശിഷ്ടം വയറ്റിലുണ്ടാകരുത്. നിശ്ചിത മണിക്കൂർ ഉപവസിച്ചിരിക്കണം കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ്. മാത്രമല്ല, വിശുദ്ധ കുമ്പസാരം നടത്തി പാപമോചനം പ്രാപിച്ച് കുർബാന ഭക്ഷിക്കണം. കാരണം കർത്താവ് അപ്പോസ്തലന്മാർക്ക് പാപമോചന അധികാരം നൽകി. കുമ്പസരിച്ച് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട് അത്ര ഒരുക്കത്തോടെ വേണം ഇത് ഭക്ഷിക്കാൻ. ഇത് തീയാണ്, അഗ്നിയാണ്, ദഹിപ്പിക്കുന്നതാണ്, നിത്യജീവന്റെ ഭക്ഷണമാണ്. സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് പറയുന്നത്, ഇഗ്നാത്യോസ് പറയുന്നത്, ഇസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന്. അമർത്യതയുടെ മരുന്നാണ്. അമർത്യത പ്രാപിക്കാനുള്ള ഈ മരുന്ന് കഴിക്കുന്നത് ഒരുക്കത്തോടെ വേണം. ഏത് മരുന്നിനും പഥ്യമൊക്കെ ഉണ്ടല്ലോ, ഒരുക്കമൊക്കെ ഉണ്ടല്ലോ. തൊട്ടടുത്ത ദിവസങ്ങളിൽ കുമ്പസാരം നടത്തിയവർക്ക് ഹൂസോയ പ്രാർത്ഥന നടത്തി കുർബാന ഭക്ഷിക്കാം. ഹൂസോ എന്ന വാക്കിന്റെ അർത്ഥം പാപപരിഹാര പ്രാർത്ഥന എന്നാണ്. ഹൂസോയോ പാപപരിഹാരം, അതിനുള്ള പ്രാർത്ഥനയാണ്, പാപപരിഹാരത്തിനുള്ള പ്രാർത്ഥനയാണ്. അടുത്ത ദിവസം നമ്മൾ കുമ്പസാരം നടത്തിയെങ്കിൽ അങ്ങനെയുള്ളവർക്കാ ഹൂസോയോ. ജീവിതത്തിൽ എന്നും ഹൂസോ പ്രാപിച്ചാൽ ഒക്കെയില്ല, സമ്മതിക്കുകയില്ല, അത് തെറ്റാണത്. അടുത്ത ദിവസങ്ങൾ കുമ്പസാരം നടത്തിയവർക്ക് ഹൂസോ പ്രാപിക്കും. പ്രത്യേകിച്ച് ഏറ്റുപറയാൻ പാപമില്ല എന്ന് സ്വന്തം മനസാക്ഷിയിൽ ബോധ്യമുള്ളവർക്കാണ് ഹൂസോ പ്രാപിക്കുന്നത് അനുവാദമുള്ളത്. കുമ്പസാരിക്കാൻ പ്രത്യേകിച്ച് എനിക്ക് മറ്റ് പാപങ്ങളൊന്നും ഏറ്റുപറയാനില്ല എന്ന് മനസാക്ഷിയിൽ ബോധ്യമുള്ളവർക്കാണ് ഹൂസോ പ്രാപിക്കാൻ സഭ അനുവാദം കൊടുക്കുന്നത്. അത് സഭയിൽ നിർബന്ധമാണ്. ഈ ഒരുക്കം അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കുമ്പസാരം നിർബന്ധമാണ്. അടുത്ത കാലങ്ങളിൽ കുമ്പസാരിക്കാൻ പറ്റിയില്ലാത്തവർക്ക് മറ്റു കുമ്പസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറയാൻ മറ്റൊന്നുമില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഹൂസോയ പ്രാർത്ഥന നടത്തുന്നത്. അത് നിർബന്ധമാണ്. ഒരുക്കം വേണം. കുർബാന അനുഭവിക്കാനുള്ള ഒരുക്കമാണ്. ആ ഒരുക്കം നമുക്ക് വേണം. 4-ാമത്തെ ചോദ്യം, സ്വയം പാപം ഏറ്റുപറഞ്ഞ് ഒരുക്കത്തോടെ വന്ന് കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? ഞാൻ എന്നോട് തന്നെ പാപം ഏറ്റുപറയും. ഒരുക്കമൊക്കെ ഉണ്ട്, ഉപവാസം ഉണ്ടെന്ന് വെച്ചു, വലിയ പാപവും ചെയ്തിട്ടില്ല എന്ന് വെച്ചു, എൻ്റെ തെറ്റുകുറ്റങ്ങൾ സ്വയം അങ്ങ് ഏറ്റുപറയാൻ. ഒരുക്കത്തോടെ വന്ന് കുർബാന സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പുരോഹിതന്റെ മുമ്പാകെയുള്ള കുമ്പസാരം സഭ ക്രമീകരിച്ചിരിക്കുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ്. ഈ കുമ്പസാര പ്രക്രിയ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് സഭ ക്രമീകരിച്ചിരിക്കുന്നത്. പഴയമത്തിനും പുതിയമത്തിനുമുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ കർത്താവ് വന്നത്. നീക്കിക്കളയാനല്ല, നിവർത്തിക്കുവാനാണ്. നോട്ട് ടു റിമൂവ് ബട്ട് ടു ഫുൾഫിൽ, നിറവേറ്റുവാനാണ്. ലേവ്യ പുസ്തകം 4-ാം അധ്യായം 26-ാം വാക്യം, പാപിക്കു വേണ്ടി പുരോഹിതൻ പ്രായശ്ചിത്തം കഴിച്ചാൽ ക്ഷമിക്കപ്പെടും. പഴയമത്തിന്റെ ആശയമാണ്. ലേവ്യർ 4:26, പാപിക്കു വേണ്ടി പുരോഹിതൻ പ്രായശ്ചിത്തം കഴിച്ചാൽ ക്ഷമിക്കപ്പെടും. ലേവ്യർ 5:5-6 വാക്യങ്ങൾ. അനുതപിക്കുന്ന പാപി പുരോഹിതനോട് പാപങ്ങൾ ഏറ്റുപറയും. പുരോഹിതൻ അവന്റെ പാപപരിഹാർത്ഥം ബലികഴിക്കും. നമ്മൾ പല കുമ്പസാരങ്ങളും പഴയമത്തിൽ കാണുന്നു. ഇന്നത് ഞാൻ പാപം ചെയ്യുമെന്നാ പറയും. പൊതുവെ ഞാൻ പാപിയാണെന്നങ്ങ് പറഞ്ഞ് പോവുകയല്ല. ദൈവത്തിന്റെ മുമ്പാകെ ഇന്ന പാപങ്ങൾ ഞാൻ ചെയ്തു എന്നാണ്. പഴയമത്തിലെ പലരുടെയും പാപമോചനത്തിന് വേണ്ടിയുള്ള കുമ്പസാരം. ഇന്ന ചെയ്തു ഞാൻ, ആ പാപങ്ങൾ ഏറ്റു പറയണം. അതാണ് കുമ്പസാരം. പൊതുവെ
ആരാൾക്ക് വേണ്ടി ആരെ ബോധിപ്പിക്കാനോ ഞാൻ പാപിയാണ് അച്ഛാ എന്നങ്ങ് പറയാന്നുള്ളതല്ല. ഞാൻ ഇന്നത് ചെയ്തിരിക്കുന്നു ഏറ്റു പറയണം. പുരോഹിതൻ അവന്റെ പാപപരിഹാരാർത്ഥം ബലി കഴിക്കും, കുർബാന അർപ്പിക്കുന്നു, അനുഭവിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 20-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ശിഷ്യന്മാർക്ക് പാപമോചനത്തിന്റെ അധികാരം കർത്താവ് കൊടുത്തു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പാപമോചന അധികാരം സഭയിലൂടെ പുരോഹിതന്മാർക്ക് ലഭിച്ചിരിക്കുക. സഭ അപ്പോസ്തോലികമാണ്. അപ്പോസ്തോന്മാരെന്ന് കൈമാറിയ ഈ പാപമോചന അധികാര കൈവെപ്പിലൂടെ സഭയിലൂടെ കൈമാറി പുരോഹിതന്മാർക്ക് ലഭിച്ചിരിക്കുക. അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ കുമ്പസാരവും കുർബാനാനുഭവവും കുറെ കൂടെ സീരിയസ് ആയിട്ട് കാണും. ബി സീരിയസ്. ആത്മാർത്ഥമായിട്ട് കാണും, ഗൗരവമായിട്ട് കാണും. കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക. സദൃശ്യ വാക്കുകൾ 28-13. പാപങ്ങളെ അനുതാപത്തോടെ ഏറ്റുപറയാത്തവന് ശുഭം ഉണ്ടാകയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കാരണം ലഭിക്കും. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ശുഭം ഉണ്ടാകയില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്നു. മലാഖി 2:7. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടത്, ഉപദേശം അവരോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ല. പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം, അധരത്തിൽ ഉപദേശം ചോദിക്കണം. അതിനാൽ സ്വയം പാപം ഏറ്റുപറഞ്ഞ് ഒരുക്കത്തോടെ ഒന്ന് കുർബാന സ്വീകരിക്കാനാവില്ല. അതല്ല സഭയുടെ ക്രമീകരണം. ഏറ്റുപറയുന്ന പാപങ്ങൾ സഭ ഒരിക്കലും പരസ്യമാക്കുകയില്ല. വൈദികർ ഞങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരം എന്ന് പറഞ്ഞത് തീയാണ്. പാസ്റ്ററൽ എറ്റിക്വേറ്റ് എന്ന് പറയും. പാസ്റ്ററൽ മര്യാദകൾ. ആ മര്യാദകൾ പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ദൈവത്തോട് കണക്ക് പ്രബോധിക്കേണ്ടത്. ഞങ്ങൾ കുമ്പസാരിപ്പിക്കാൻ വരുമ്പോൾ എത്രമാത്രം ഒരുങ്ങിയാ വരുന്നറിയാം. ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലിയാ വരുന്നത്. കണ്ണീരൊഴുക്കിയിട്ടാ വരുന്നത്. നിങ്ങളുടെ അടുത്ത് നിങ്ങളെ കുമ്പസാരിപ്പിക്കാൻ വരുമ്പോൾ ഞങ്ങൾ അനുതപിച്ച് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി നിലവിളിച്ചൊക്കെയാ വരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവം പലരോടും പറയാറുണ്ട്. ഓർത്തഡോക്സ് സഭകളിൽ, മറ്റ് ഓർത്തഡോക്സ് സഭകളിലൊക്കെ ജീവിച്ച് താമസിച്ച അവസരങ്ങളിൽ റഷ്യയിലും ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിലും അതിൻ്റെ ഒരുപാട് അവിടെയൊക്കെ ഈ ഐക്കൺസ് ഉണ്ട്. ചിത്രകല അതിനെയൊക്കെ നോക്കി ഏകനടിച്ച് കരയും വിശ്വാസം. കണ്ണിലൊഴുക്കി പ്രാർത്ഥിക്കും. അവർക്കൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ വിശുദ്ധ കുമ്പസാരം. ദേവാലയത്തിനകത്ത് ഒരാൾ വരണം കുമ്പസാരിക്കാൻ, ബാക്കിയൊക്കെ പുറത്തു നിൽക്കണം. ഒരാൾക്കേ പ്രവേശനമുള്ളൂ. വൈദികനും ഈ കുമ്പസാരിക്കാൻ വരുന്ന വ്യക്തിയും കൂടെ ഏകനടിച്ച് കരയും, പൊട്ടിക്കരയും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അനുഭവം. 5 മിനിറ്റൊന്നുമല്ല, ഒരു 15 മിനിറ്റ് സമയം ഈ അച്ഛനും ഈ വിശ്വാസിയും കൂടി ഏകനടിച്ച് കരയും, പൊട്ടിക്കരയും. ആത്മീകമായ ഒരു റാപ്പോർട്ട് സ്ഥാപിക്കുക ഈ കണ്ണുനീരിലൂടെ, ഈ കരച്ചിലൂടെ. ഈ രണ്ടുപേരും കരയും. തങ്ങളുടെ പാപങ്ങളെ ഓർത്തും സമൂഹത്തിന്റെ പാപങ്ങളെ ഓർത്തും ലോകത്തിന്റെ ദുഷ്ടതയെ ഓർത്തും ഇവർ രണ്ടുപേരും കരയുകയാണ്. പിന്നെയാണ് കുമ്പസാരം ആരംഭിക്കുന്നത്. കുമ്പസാരത്തിന്റെ ഒരു തുയോബമാണ് ഈ കണ്ണുനീർ, ഈ കരച്ചിൽ. ഇവിടെ അച്ഛന്മാർക്കൊക്കെ ഇത് പാഠമാണ്, കുമ്പസാരിക്കുന്നവർക്കും പാഠമാണ്. കുമ്പസാര എല്ലാ കൂദാശകൾക്കും തുയോബമുണ്ട്. കുർബാനയ്ക്ക് മാത്രമല്ല തുയോബമുള്ളത്. എല്ലാ കൂദാശകൾക്കും തുയോബം, ഒരുക്ക ശുശ്രൂഷയും. കുമ്പസാരത്തിന്റെ ഒരുക്ക ശുശ്രൂഷയായി കണ്ണുനീർ, കരച്ചിൽ, ഏകനടിച്ച് കരയും. ദൂരെ കേൾക്കാം കരച്ചിൽ. ഞാൻ ഒത്തിരി കേട്ടുള്ള ആളാണ്. കുമ്പസാര പിതാക്കന്മാരുടെ കരച്ചിൽ ദൂരെ കേൾക്കാം, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. പിന്നെയാണ് കുമ്പസാരം ആരംഭിക്കുന്നത്. ദിസ് ദ ബെസ്റ്റ് ഫോം ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിംഗിന്റെ ഏറ്റവും അർത്ഥവത്തായ രൂപമാണ് കുമ്പസാരം എന്ന് പറയുന്നത്.
ഏറ്റുപറയുന്ന പാപങ്ങൾ ഒരിക്കലും പരസ്യമാക്കുകയില്ല. സ്വയം പാപം ഏറ്റുപറഞ്ഞ് ഒരുക്കത്തോടെ വന്ന് സ്വീകരിക്കാൻ സഭാംഗത്തിന് പാടില്ല. കാരണം പുരോഹിതന്റെ മുമ്പാകെയുള്ള കുമ്പസാരം സഭ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോസ്തോലിക നൽവരങ്ങൾ പുരോഹിതനിലൂടെ കൈമാറി തന്നു എന്ന് സഭ പഠിപ്പിക്കണം. സഭ ഏകവും വിശുദ്ധവും കാതോലികവും അപ്പോസ്തോലികവും. സഭ അപ്പോസ്തോലികമാകുന്നത് ഈ പാപമോചന അധികാരം ഉൾക്കൊള്ളുന്നതാകണം. അപ്പോസ്തോലന്മാരുടെ കൈവെപ്പിലൂടെ ലഭിക്കുന്നു. അപ്പോസ്തോലിക പാരമ്പര്യം കൂടെ അപ്പോസ്തോലികമാകുന്നു. അപ്പോസ്തോലിക വിശ്വാസത്തിലൂടെ അപ്പോസ്തോലികമാകുന്നു. അപ്പോസ്തോലന്മാർ നിർവഹിച്ച പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുന്നതിലൂടെ സഭ അപ്പോസ്തോലികമാകുന്നു. ഈ കൈവെപ്പിലൂടെ ഒക്കെ അപ്പോസ്തോലികമാകുന്നു. പാപമോചന അധികാരത്തിലൂടെയാണ് സഭ അപ്പോസ്തോലികമാകുന്നത്. സഭ ഒരു ക്ലബോ സംഘടനയോ അല്ല, അപ്പോസ്തോലിക സഭയാണ്. ഒരു ഹോൾ ഉണ്ടാക്കി ഒരു ബോർഡ് വെച്ചാൽ സഭയാവുകയില്ല, പള്ളിയാവുകയില്ല. ആർക്കും ഹോൾ ഉണ്ടാക്കാം, ബോർഡ് വെക്കാം. അപ്പോസ്തോലിക സഭയാണ്. അപ്പോസ്തോലിക നൽവരങ്ങൾ പ്രാപിച്ചിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് ഈ അപ്പോസ്തോൽ നൽവരത്തിൽ വിശ്വസിച്ചുകൊണ്ട് പുരോഹിതന്റെ മുമ്പാകെയുള്ള കുമ്പസാര സഭ ക്രമീകരിച്ചിരിക്കുന്നു. അത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്പം കഴിഞ്ഞ് തരുന്ന പുസ്തകത്തിലുണ്ട്. വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് 70 ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന പുസ്തകത്തിലുണ്ട്. കൂടുതൽ വായിച്ച് പഠിക്കണം, പഠിപ്പിക്കണം. നിങ്ങൾ വായിച്ച് പഠിക്കണം, പഠിപ്പിക്കണം ജനങ്ങളെ. 5-ാമത്തെ ചോദ്യം, നമ്മുടെ സഭയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് മറ്റ് സഭകളിലേക്ക് പോയവർക്ക് നമ്മുടെ സഭയിൽ വന്ന് കുർബാന സ്വീകരിക്കാൻ കഴിയുമോ? കാരണം മാമോദിസ സ്വീകരിച്ചത് നമ്മുടെ സഭയിൽ നിന്നാണല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾ വിവാഹത്തിന് ശേഷം. അതാണ് ഇവിടെ ചോദ്യം ഉദ്ദേശിക്കുന്നത്. സഭയിൽ വിവാഹം കഴിഞ്ഞ് മറ്റു സഭകളിലേക്ക് പോയവർ നമ്മുടെ സഭയിൽ വന്ന് കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? സഭയുടെ കൂതാശകൾ നൽകുന്നത് സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടിയാണ്. വിവാഹത്തിന് ശേഷം സ്ത്രീകൾ ഏത് സഭയിലാണോ വിവാഹം നടത്തിയത്, വിവാഹം കഴിച്ചത്, ആ സഭയിൽ കുർബാന സ്വീകരിക്കും. ആ സഭയിലെ അംഗങ്ങളാണ് സ്വാഭാവികമായി. അത് സ്വയം തീരുമാനമാണ്, കുടുംബത്തിന്റെ തീരുമാനമാണ്, സമൂഹം അംഗീകരിച്ച തീരുമാനം. മറ്റൊരു സഭയാണ് വിവാഹം കഴിക്കുന്നത്. ആ സമൂഹം അംഗീകരിച്ചു, സഭ അംഗീകരിച്ചു, കുടുംബങ്ങൾ അംഗീകരിച്ചു, ഇടവകൾ അംഗീകരിച്ചു. കാരണം സഭാപരമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സഭാപരമായ വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ. ലോകത്തിലെ ക്രൈസ്തവ സഭകൾ പുറത്തുകൊടുക്കുകയാണെങ്കിൽ ലോക ജനസംഖ്യയുടെ 1/3 ഉള്ളൂ ക്രിസ്ത്യാനികൾ. 820 കോടി ജനങ്ങളുണ്ടെങ്കിൽ 1/3 ഉള്ളൂ ക്രിസ്ത്യാനികൾ. 240 കോടിയേ ഉള്ളൂ എല്ലാ ക്രിസ്ത്യാനികളും കുറഞ്ഞ്. ഈ ക്രിസ്ത്യാനികൾ തന്നെ 4 ഭാഗങ്ങളായി മാറിയിരിക്കുക. ഓർത്തഡോക്സ് സഭകൾ, റോമൻ കത്തോലിക്ക സഭ, പ്രൊട്ടസ്റ്റന്റ് സഭകൾ, സെക്ടേറിയൻ ഗ്രൂപ്പുകൾ. ഇവയ്ക്കെല്ലാം വ്യത്യാസങ്ങളുണ്ട്, സഭാപരമായ വ്യത്യാസങ്ങളുണ്ട്. എക്ലീസിയോളജിക്കൽ ഡിഫറൻസസ് നമ്മൾ പറയും. സഭ എന്തെന്നുള്ള വീക്ഷണത്തിൽ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. പൗരാണിക സഭകൾക്ക്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയ്ക്കും റോമൻ കത്തോലിക്ക സഭയ്ക്കും സഭ എന്ന് പറയുന്നത് ഒരു വലിയ കൂട്ടായ്മയാണ്. ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും ചേർന്ന കൂട്ടായ്മയാണ്. ഒരു വലിയ കൂട്ടായ്മയാണ് സഭ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നു, ജീവിച്ചിരിക്കുന്നവരും വാങ്ങിപ്പോയവരും. പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങൾക്ക് കൂട്ടായ്മയില്ല. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസമല്ല പ്രൊട്ടസ്റ്റന്റ് സഭകൾ. മാർത്തോമാ സഭ സ്വീകരിച്ചിരിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് തിയോളജിയാണ്. സുറിയാനി ക്രിസ്ത്യാനികളുടെ മസരിസ്ഥാനുണ്ട്, ആരാധന ചില ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ പ്രൊട്ടസ്റ്റന്റ് തിയോളജിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസമാണ്. അവർക്ക് സഭയെന്ന് പറയുന്ന ഒരു ക്ലബ്ബ് മാത്രമേ ഉള്ളൂ, ജീവിച്ചിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. മരിച്ചവർ കൊണ്ട് പ്രാർത്ഥനയില്ല അവർക്ക്. പ്രൊട്ടസ്റ്റന്റ് തിയോളജിയാണ്. ഇക്കാര്യത്തിൽ സഭ എന്തെന്നുള്ള വീക്ഷണത്തിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. വ്യത്യാസങ്ങളുണ്ട്. എക്യൂമിനിസത്തെ കുറിച്ച് നമുക്ക് വ്യത്യാസങ്ങളുണ്ട്. എക്യൂമിനിസം ഒരു വലിയ സമൂഹത്തോട് ചേരുകയാണ്. എക്യൂമിനിസം വാങ്ങിപ്പോയ ഒരു സമൂഹമല്ലേ കൂടുതൽ സഭയിൽ. ജീവിച്ചിരിക്കുന്നേക്കാൾ കൂടുതൽ വാങ്ങിപ്പോയവരാ സഭയിൽ കൂടുതൽ. ആ വലിയ സമൂഹത്തോട് വിശ്വാസത്തിൽ ഐക്യപ്പെടുകയാണ് നമ്മൾ എക്യൂമിനിസത്തിൽ.
ഈ ഐസ്ബർഗിന്റെ ഉദാഹരണം പറയും. ഹിമപർവ്വതത്തിന്റെ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് മാത്രം എല്ലാം കൂടെ ചേരുന്നതല്ല, ആ വെള്ളത്തിന് താഴെയുള്ള ഭാഗവുമായി ചേരുന്ന കൂടിയാണ്. വലിയ കൂട്ടായ്മയിലെ അംഗങ്ങളാവുകയാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ ജീവനോടിരിക്കുന്നവർ പോയവരും ചേർന്നുള്ള സജീവമായ വലിയ കൂട്ടായ്മയിൽ വിശ്വസിക്കാത്തവർ ഓർത്തഡോക്സ് സഭ എങ്ങനെ ചേരും? അവർക്ക് എങ്ങനെ കുർബാന കൊടുക്കും? അങ്ങനെയുള്ള സഭയിലെ അംഗത്തിന് എങ്ങനെ കുർബാന കൊടുക്കും? ചിലർക്ക് കുർബാന വെറും ഓർമ്മ മാത്രമാണ്, ചിലർക്ക് കുർബാന വെറും ഭക്ഷണം മാത്രമാണ്, അപ്പം മാത്രമാണ്, ഡെയിലി ബ്രെഡ് മാത്രമാണ്. സഭയ്ക്ക് കുർബാന ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാണ്. അപ്പൊ സഭാവിശ്വാസമില്ലാത്തവർക്ക് കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും തെറ്റാണ്. ഡിസിപ്ലിന്റെ ഭാഗം, സഭയുടെ ഡിസിപ്ലിന്റെ ഭാഗം. പക്ഷെ ചേരാം, ഒത്തിരി സഭയുടെ വിശ്വാസം ഉൾക്കൊണ്ട് സഭയിലേക്ക് ചേരാൻ അവസരമുണ്ടല്ലോ. കുടുംബത്തിന്റെ അംഗീകാരത്തോടും അനുഭവത്തോടും ഒക്കെ ചേരാവുന്ന സാധ്യതകളുണ്ടല്ലോ. ഇത് ഭക്ഷിക്കാൻ വേണ്ടി മാത്രം എന്തിനാ വരുന്നത്? അത് തെറ്റാണ്, പാപമാണ്, അത് പാടില്ല. അത് ഡിസിപ്ലിന്റെ ഭാഗമാണ്. കുർബാന കൊടുക്കുന്നതും തെറ്റ്, സ്വീകരിക്കുന്നതും തെറ്റ്. അങ്ങനെയുള്ളത് സഭ അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സഭയുടെ കൂടാശ. ആറാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയിൽ കുരിശു വരയ്ക്കേണ്ടാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരേ ഉള്ളൂ. കുരിശു വരയ്ക്കേണ്ട സന്ദർഭങ്ങൾ ഒഴിച്ചെല്ലാം കുരിശു വരയ്ക്കേണ്ടാത്ത സന്ദർഭങ്ങളാണ്. ഉത്തരേ ഉള്ളൂ അല്ലേ? കുരിശു വരയ്ക്കേണ്ട ഒത്തിരി സന്ദർഭങ്ങളുണ്ട്, അല്ലാത്ത എല്ലാം കുരിശു വരയ്ക്കേണ്ടാത്ത അവസരങ്ങളാണ് അല്ലേ? എപ്പോഴാണ് കുരിശു വരയ്ക്കാവുന്നത്? നമുക്ക് മുമ്പേ പറഞ്ഞ ധൂപം വീശുമ്പോൾ കുരിശു വരയ്ക്കാം. നമ്മുടെ വണക്കമാണ്, ഭയഭക്തിയാണ്, ബഹുമാനം കൊടുക്കലാണ്. സ്ലീബോ എന്ന് പറയുമ്പോൾ കുരിശു വരയ്ക്കാം. സ്ലീബോ എന്ന വാക്കിന്റെ അർത്ഥം തടിയെന്നല്ല, കുരിശെന്ന് മാത്രമല്ല, ക്രൂശിതെന്ന അർത്ഥം. സ്ലീബോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആത്മത്തിന് രക്ഷയുണ്ടായിരുന്ന സ്ലീബായെ നാം കുമ്പിടുന്നു. സ്ലീബോയാണ്, ക്രൂശിതനെയാ കുമ്പിടുന്നത്. ആ തടിയല്ല കുമ്പിടുന്നത്, അല്ലെങ്കിൽ മെറ്റലിനെയല്ല കുമ്പിടുന്നത്. സ്ലീബോ എന്ന വാക്കിന്റെ അർത്ഥം ക്രൂശിതൻ എന്നാണ്. സാധാരണ കുരിശ് എന്ന് നമ്മൾ പറയും, പക്ഷേ സ്ലീബോയുടെ യഥാർത്ഥ മീനിങ് ദ ക്രൂസിഫൈഡ് വൺ, ക്രൂശിതൻ എന്നാണ്. ധൂപം വീശുമ്പോൾ സ്ലീബ എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേകം ദൈവം. എപ്പോൾ ആരാധനയിൽ ത്രിയേക ദൈവം പറയുന്ന കുരിശു വരയ്ക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതാണ് ശുഭഹോ. എപ്പോഴാരാധനയിൽ ശുഭഹോ പറയുന്നു അപ്പൊ കുരിശു വരയ്ക്കണം. അച്ഛന്മാരും പറയണം, നത്രാച്ചന്മാരും പറയണം, ജനങ്ങളും പറയണം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമം ഓർക്കുമ്പോൾ കുരിശു വരച്ചിരിക്കണം. പണ്ട് സെമിനാരിയിൽ KG ജോർജ് അച്ഛൻ ഞങ്ങളുടെ വാർഡനായിരുന്നു. ആദ്യം ഷെമാശായിരുന്നത്, പിന്നെ വാർഡനായി. അദ്ദേഹം ഐവാനിയോസ് തിരുമേനിയായിരുന്നു കോട്ടയത്ത്. സ്റ്റുഡൻസിനെ എല്ലാം നിർബന്ധമായിട്ട് സ്ലീബോ കുരിശു ശുഭഹോ പറയുമ്പോൾ കുരിശു വരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കുന്നു, ശിക്ഷിക്കും. തൃത്വനാമത്തിൽ സ്തുതി പറയുമ്പോൾ കുരിശു വരച്ചിരിക്കണം. സ്ലീബോ എന്ന വാക്ക് പറയുമ്പോൾ കുരിശു വരച്ചിരിക്കണം. കാസായും പീരാസായും വാഴ്ത്തുമ്പോൾ, കുരിശരക്തങ്ങൾ വാഴ്ത്തുമ്പോൾ കുരിശു വരയ്ക്കും. ആശീർവാദം പറയുമ്പോൾ കുരിശു വരയ്ക്കും. തൃത്വനാമത്തിൽ ആശീർവാദം. അതുപോലെ എപ്പോഴും നമുക്ക് കുരിശു വരയ്ക്കാം, മനസ്സുകൊണ്ടും വരയ്ക്കാം, ശരീരം കൊണ്ടും വരയ്ക്കാം കേട്ടോ. അതിന് സഭ വിലക്കൊന്നും പറയുന്നില്ല. എപ്പോഴും കുരിശു വരയ്ക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചില ഉദാഹരണങ്ങൾ. ചിത്രകലയെ നോക്കി ഐക്കൺസ് കുരിശു വരയ്ക്കാം. എപ്പോഴും നമുക്ക് കുരിശു വരയ്ക്കാം. വിശുദ്ധന്മാരുടെ പടം നോക്കി കുരിശു വരയ്ക്കും. ഞാൻ ഓർത്തഡോക്സ് കുടുംബങ്ങളിൽ പോയിട്ടുണ്ട്. അവര് കുഞ്ഞുങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ പുസ്തകം എടുത്ത് വെക്കുമ്പോൾ കുരിശു വരച്ചിട്ട് ആ പുസ്തകം എടുത്ത് പഠിക്കാവുന്നത്. പഠിത്തം തീർന്ന് പുസ്തകം അടച്ചു വെക്കുമ്പോഴും കുരിശു വരയ്ക്കും. ഒരു ജോലി ചെയ്യാൻ ആരംഭിക്കും കുരിശു വരയ്ക്കും. ആ ജോലി അവസാനിപ്പിക്കുമ്പോഴും കുരിശു വരയ്ക്കും. അതാണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം, ജീവിത ശൈലിയാണ്. അതൊക്കെ കുറഞ്ഞു പോകാറുള്ളൂ. ഒരു പ്രവൃത്തി ആരംഭിക്കുമ്പോൾ കുരിശു വരച്ച് ആരംഭിക്കും. ഒരു പ്രവൃത്തി അവസാനിപ്പിക്കുമ്പോൾ കുരിശു വരച്ച് അവസാനിപ്പിക്കണം. അത് പ്രസംഗമായാലും ആരാധനയായാലും പാട്ടായാലും പ്രവൃത്തിയായാലും എന്തായാലും ഏത് പ്രവൃത്തിയായാലും കുരിശു വരച്ച് ആരംഭിക്കാം. എപ്പോഴും കുരിശു വരയ്ക്കും. അപ്പൊ കുരിശു വരയ്ക്കേണ്ട സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ട്. അത് അവരുടെ സാഹചര്യം പോലെ എപ്പോഴും കുരിശു വരയ്ക്കാം. മനസ്സിലെപ്പോഴും കുരിശു വരയ്ക്കാം, അല്ലാതെ എപ്പോഴും കുരിശു വരയ്ക്കാം. കുരിശു വരയ്ക്കേണ്ടാത്ത സന്ദർഭങ്ങൾ
കുരിശ് വരയ്ക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ കുരിശ് വരയ്ക്കേണ്ട സന്ദർഭങ്ങൾ കുരിശ് വരച്ചിരിക്കണം. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു നമ്മൾ ഏറ്റു പറയും അല്ലേ? മർക്കോസ് 10:38 വാക്യം, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. മാമോദീസായും സ്നാനവും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതാണ് ചോദ്യം. ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം എന്നാണോ പറയുന്നത്? പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാണ് എന്നാ ഏതാ പറയുന്നത് നിങ്ങൾ? കൂടുതൽ പേര് ഒരിക്കൽ മാത്രമെന്നാ പറയുന്നത് അല്ലേ? ഞാൻ അത് എന്താണെന്ന് വിശദീകരിക്കാം. വിശ്വാസ പ്രമാണത്തിലെ ആ വാക്യം നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ രൂപം കൊണ്ടതാണ് ആ വാക്യം. അതിന്റെ 1700-ാം വാർഷികമാണല്ലോ അവിടുത്തെ കൊണ്ടാടുന്നത്, നിഖ്യാവിശ്വാസ പ്രമാണത്തിന്റെ. അത് വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വിശ്വാസ പ്രമാണം ക്രമീകരിച്ചത്. വേദപുസ്തകത്തിലെ വാക്യം ഞാൻ പറയാം. എഫേസ്യർ 4:4 മുതൽ 6 വരെയാണ് ആ വാക്യം. എഫേസ്യർ 4:4 മുതൽ 6 വരെ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ, ഏക പ്രത്യാശ ഒന്ന്, ഒരു പ്രത്യാശയോടെ നമ്മൾ ജീവിക്കുന്നു. ശരീരം ഒന്ന്, ഈ ശരീരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്, സഭയാണ്. ഏകസഭ, സഭ ഒന്ന്. ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. അടുത്ത വാക്കെന്താ? സ്നാനം ഒന്ന്. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ ബൈബിളിലെ വാക്യം സ്നാനം, അതായത് മാമോദീസ ഒന്ന് എന്നാണ്. ഏത് ബാക്കി എങ്ങനെ? മാമോദീസ ഒന്ന്, സ്നാനം ഒന്ന്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞ് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ഒരു സംശയം സാധാരണക്കാർക്ക് വരാം. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ, ഉപസാരം ഇല്ലയോ? മറ്റു മരുന്നില്ലേ? പാപമോചനത്തിന് മാമോദീസ ഒന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സംശയം വരാമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ചില മാറ്റങ്ങൾ വരുത്തിയത്. ചില കുർബാനക്രമങ്ങളിൽ, ആരാധനകൾ പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ എന്നാക്കിയത്. ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയാണ്. യഥാർത്ഥ വാക്ക് പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം എന്നുള്ളതാണ് യഥാർത്ഥ നിഖ്യാസിനോസിലെ വാക്ക്. അതാണ് ബൈബിളിലെ വാക്ക്. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം, ഒന്ന്. അതൊന്ന് മാത്രമാണ്. മറ്റേ ആൾ നിർദ്ധാരണം ഉണ്ടാക്കുന്ന അവസരമല്ല. പാപമോചനത്തിന് മാമോദീസ ഒന്ന് എന്നുള്ള ബൈബിൾ വാക്യമാണ്. മാമോദീസ ഒന്ന്. അതുമൂലം പ്രധാനപ്പെട്ട വേറെ ഒന്നുമില്ല. അതൊരിക്കൽ പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കലും നാക്കിയോട് തെറ്റ് പറയേണ്ട കാര്യമില്ല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിയാൽ മതി. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ് പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കലെന്ന് പറയുന്നത്. ഞാൻ പഠിച്ചിട്ടുള്ളതും പറയുന്നതും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാണ്, ഒന്നെന്നാണ്. എന്റെ തലമുറ അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. ആ ഒരിക്കൽ എന്നുള്ള പിന്നീട് ഉണ്ടാകും ഡെവലപ്മെന്റ്. അത് തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. തെറ്റാണ് അച്ഛൻ പറഞ്ഞു, തെറ്റെന്ന് പറഞ്ഞില്ല. തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ അങ്ങനെ പറയുന്നവർ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതിനെ കുറ്റപ്പെടുത്തുകയല്ല, തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. ബൈബിളിലെ വാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നിഖ്യാസിനോസ് എഴുതി വെച്ച വാചകം എന്താണെന്ന് ഞാൻ പറഞ്ഞു. പാപമോചനത്തിൽ മാമോദീസ ഒന്ന്. അപ്പോൾ അത് ഒരു സംശയ ദൂരീകരണത്തിന് വേണ്ടി പറഞ്ഞാൽ മർക്കോസ് 10:38 പറയും. ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ? അപ്പൊ മാമോദീസയും സ്നാനവും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഞാൻ ഇന്നലെ രാത്രിയിലും ഗ്രീക്ക് ബൈബിളൊക്കെ വായിച്ചു. ഗ്രീക്ക് ഭാഷയാണ് എഴുതപ്പെട്ടത്. ഈ ചോദ്യം കിട്ടിയ ശേഷം അതിന് മുമ്പ് എനിക്കറിയാം, പക്ഷെ ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്തു. ഗ്രീക്ക് ബൈബിൾ, ഗ്രീക്കില് ബപ്തിസ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്നാനമെന്നും മാമോദീസ എന്നും പരിഭാഷപ്പെടുന്ന രണ്ട് വാക്കിന് ഒരു വാക്ക് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബപ്തിസ്മ, മാമോദീസ എന്നാണ്. ബപ്തിസ്മ ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ, ഉദയമോ എഴുതപ്പെട്ട ഒറിജിനൽ ഗ്രീക്ക് ഭാഷയിൽ
മാമോദിസ തന്നെയാണ്, ബാപ്റ്റിസ്മ. അതിനാണ് മലയാളത്തിൽ മാമോദിസ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാമോദിസ എന്ന പരിഭാഷയാണ് കൂടുതൽ യോജിച്ചത്. കാരണം സ്നാനം എന്നാൽ കുളിയെന്നേ അർത്ഥമുള്ളൂ. രാവിലെ എല്ലാവരും സ്നാനം ചെയ്തോ? ശരിയായ ഭാഷയാണ്. സ്നാനം കഴിച്ചോ? എന്നെല്ലാവരും കുളിച്ചു. കുളിയെന്നേ അർത്ഥമുള്ളൂ സ്നാനത്തിന്. അപ്പൊ കൂടുതൽ ആഴമായ അർത്ഥം മാമോദിസ എന്ന വാക്കിനാണ്. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയവർക്ക് ഈ ആഴമായ അർത്ഥം വല്ലതും അറിയാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. മാമോദിസ തന്നെയാണ് പരിഭാഷപ്പെടുത്തേണ്ടത്, സ്നാനമെന്നല്ല. മാമോദിസ തന്നെയാണ്. നമ്മൾ പിന്നെ നാടൻ ഭാഷയിൽ സ്നാനമെന്ന് പറയും. മാമോദിസ എന്ന് മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ടാണ് സ്നാനമെന്ന് പറയുന്നത്, വെറും കുളി മാത്രമല്ല. അപ്പൊ മാമോദിസ എന്ന പരിഭാഷയാണ് യോജിച്ചത്. മർക്കോസ് 10:38 യേശുതമ്പുരാൻ പറഞ്ഞ വാചകത്തിന്റെ പശ്ചാത്തലം കൂടി നോക്കണം. തൊട്ടു മുമ്പുള്ള വാക്യത്തിൽ പറയുന്നു, 37-ാം വാക്യത്തിൽ പറയുന്നു, സെബദി മക്കളായ യാക്കോബും യോഹന്നാനും വന്ന് യേശുവിനോട്, നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വാചകം യേശുതമ്പുരാൻ പറഞ്ഞത്. ഞാൻ നിൽക്കുന്ന സ്നാനമേൽപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചത്. ഇവിടെ അർത്ഥമാക്കുന്നത് യേശുതമ്പുരാൻ വീണ്ടും സ്നാനം ഏൽക്കുമെന്നല്ല, മാമോദിസ ഏൽക്കുമെന്നല്ല. ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ചോദിച്ചത്. അങ്ങനെയല്ല. കഷ്ടപ്പാട്, വേദന, കുരിശുമരണം, അതാണ് പാനപാത്രവും കുരിശും സ്നാനവുമല്ല. ഇവിടെ പാനപാത്രം, ഞാൻ ഏൽക്കുന്ന കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇവിടെ മാമോദിസ തന്നെയാണ് കേട്ടോ. ബാപ്റ്റിസ്മയാണ്, ബാപ്റ്റിസമാണ്, വെറും കുടിയല്ല. ഇത് രണ്ടും ഒന്ന് തന്നെ അർത്ഥം, ഒരേ വാക്ക് തന്നെ. ഒറിജിനൽ ഭാഷയിൽ ഒരേ വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്, ബാപ്റ്റിസം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശുതമ്പുരാൻ വീണ്ടും മാമോദിസ ഏൽക്കുമെന്ന അർത്ഥത്തിലല്ല, തൻ്റെ കഷ്ടപ്പാടും വേദന, താൻ ഏറ്റ ആ ദുരിതം, ആ പാനപാത്രം കുടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മാമോദിസയും സ്നാനം തമ്മിൽ വ്യത്യാസമില്ല, ഒന്ന് തന്നെ എന്നുള്ളതാണ് ഉത്തരം. 8-ാമത്തെ ചോദ്യം, കർത്താവ് യേശു മശീഹ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു, വീണ്ടും മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടും. ഇതിൽ മനുഷ്യനായി വന്നു മനുഷ്യനായി ഇപ്പോഴും ഉണ്ടോ? മനുഷ്യനായിട്ടാണോ ഇനിയും വരുന്നത്? ഞാൻ ഒന്നുകൂടെ ചോദ്യം വായിക്കാം, അവിടെ ആലോചിക്കാം. കർത്താവ് യേശു മശീഹ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു, വീണ്ടും മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടും. ഇതിൽ മനുഷ്യനായി വന്നു. ആ മനുഷ്യനായി എന്നുള്ളത് ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും മനുഷ്യനായി എന്നുള്ളതുണ്ടോ? മനുഷ്യനായിട്ടാണോ ഇനിയും വരുന്നത്? അതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പഠിക്കുമ്പോൾ ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം അമുഖമായിട്ട്. ദൈവം ത്രിയേക ദൈവമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം. ഈ ആളത്വങ്ങൾ തമ്മിൽ വേർതിരിക്കാൻ സാധ്യമല്ല ഒരിക്കലും. അന്നും ഇന്നും എന്നും ത്രിയേക ദൈവം തന്നെയാണ്. എവിടെ പുത്രനുണ്ടോ അവിടെ പിതാവ് പരിശുദ്ധാത്മാവുണ്ട്. എവിടെ പിതാവുണ്ട് അവിടെ പുത്രനും പരിശുദ്ധാത്മാവുണ്ട്. എവിടെ പരിശുദ്ധാത്മാവുണ്ട് അവിടെ പിതാവും പുത്രനുമുണ്ട്. ഈ ത്രിയേക ദൈവം എപ്പോഴും ത്രിയേക ദൈവം തന്നെയാണ്. ലോകത്തിന്റെ സൃഷ്ടിയിലും ത്രിയേക ദൈവം തന്നെയായിരുന്നു. ഇന്നും എന്നും എന്നേക്കും ത്രിയേക ദൈവം തന്നെ. രണ്ടാമത്തെ കാര്യം, ദൈവത്തോടുള്ള സമത്വം, മനുഷ്യാവതാരം, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ പുത്രൻ തമ്പുരാൻ ദൈവത്തോടുള്ള സമത്വം കളഞ്ഞോ? ഇപ്പോഴും ഉണ്ടോ സമത്വം? നീ വരുന്ന ആ സമത്വത്തിലായിരിക്കുമോ എന്നൊക്കെയാ ചോദ്യം, സംശയം. ദൈവത്തോടുള്ള സമത്വം, മനുഷ്യാവതാരം, അതിനെക്കുറിച്ച് നമ്മൾ നോക്കണ്ടേ? ബൈബിളിൽ അതിന് ഉത്തരമുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യം. അതിന് കെനോട്ടിക് പാസേജ് എന്ന് പറയും. സ്വയം വെറുമയാക്കൽ എന്നാണ് കെനോസിസ് എന്ന അർത്ഥം. സെൽഫ് എംപ്റ്റി, സ്വയം വെറുമയാക്കലിന്റെ വാക്യമാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപപ്പെടുത്തി. ഇപ്പൊ ദൈവത്തോട് സമത്വമുണ്ട്, പിതാവാൻ ദൈവത്തോട് സമത്വമുണ്ട്, ഒരേ സാരാംശം തന്നെയാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതാണ് ആ വാക്യം. ഫിലിപ്പ് ലേഖനത്തിൽ സെന്റ് പോൾ വിശദീകരിക്കാൻ ആ സ്വയം വെറുമയാക്കൽ, സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ദാസരൂപമെടുത്തു. ആ സ്വയം വെറുമയാക്കിയ അവസ്ഥയിലാണ് ചില കാര്യങ്ങൾ പറയുന്നത്. കരഞ്ഞത്, ഈ പാനപാത്രം കുടിക്കാൻ നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചത്, ആ ദാസരൂപമെടുത്ത ആ അവസ്ഥയിലാണ്. അപ്പൊ ദൈവത്തോടുള്ള സമത്വം ഇല്ലാതാവുന്നില്ല മനുഷ്യാവതാരത്തിന് ശേഷവും ഇല്ലാതാവുന്നില്ല. ദൈവത്തോടുള്ള സമത്വം എപ്പോഴും ഉണ്ട്, ഇന്നും എന്നും എന്നേക്കും ഉണ്ട്. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, എപ്പോഴും ഇന്നും എന്നും. വേദവീത ഗ്രൂപ്പുകളൊക്കെ അങ്ങനെ പല അഭിപ്രായങ്ങൾ കൊണ്ടുവന്നത്, തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നത്. അറിയോസ് തങ്ങൾ പറയുമല്ലോ, അവനില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്, അത് വേദവീത ഗ്രൂപ്പുകളുടെ വ്യാഖ്യാനങ്ങൾ. യേശുക്രിസ്തു എപ്പോഴും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. മറ്റൊരു കാര്യം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പും സ്വർഗാരോഹണവും വീണ്ടും വരവും പറയുന്ന ഭാഗം എന്താന്ന് നോക്കാം. യേശുവിന്റെ ഉയർപ്പ്, സ്വർഗാരോഹണം, വീണ്ടും വരവ്, അതുമായി ബന്ധപ്പെട്ടാണല്ലോ ചോദ്യം. ക്രിസ്തുവിന്റെ ഉയർപ്പ് വീണ്ടും വരുന്നത് എങ്ങനെയാണ്? മനുഷ്യനായി തന്നെയാണോ വരുന്നത് ചോദ്യം. ക്രിസ്തുവിന്റെ ഉയർപ്പും സ്വർഗാരോഹണവും വീണ്ടും വരവും വിശദീകരിക്കുന്ന വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 1:9 മുതൽ 11 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1:9 മുതൽ 11 വരെ. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഉയർപ്പിനെ കുറിച്ചും സ്വർഗാരോഹണത്തെ കുറിച്ചും വീണ്ടും വരവിനെ കുറിച്ചും പറയുന്ന ഭാഗമാണ്. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം. അതോടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോസ്തലന്മാർ കാണുകയാണ് സ്വർഗാരോഹണം ചെയ്തത്. നിങ്ങൾ കണ്ടതുപോലെ വീണ്ടും വരുമെന്നാണ്. നിങ്ങൾ കണ്ടതുപോലെ വീണ്ടും വരും. ക്രിസ്തുവിന്റെ ഉയർപ്പ് രൂപാന്തരപ്പെട്ട ശരീരത്തോടു കൂടിയായിരുന്നു എന്ന സഭയുടെ വിശ്വാസം. അതിനെക്കുറിച്ച് ഒത്തിരി സിദ്ധാന്തങ്ങളുണ്ട് കേട്ടോ. ശരീരത്തോടു കൂടി തന്നെ, പക്ഷേ അത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ശരീരമല്ലത്. ട്രാൻസ്ഫിഗേർഡ് ഹ്യൂമാനിറ്റി, ട്രാൻസ്ഫിഗേർഡ് ബോഡിയാണ്. രൂപാന്തരപ്പെട്ട ശരീരത്തോടു കൂടിയാണ് കർത്താവ് ഉയർന്നത്. ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് ഗ്രഹിക്കാനൊക്കാത്ത മർമ്മമാണ്. അതൊരു മിസ്റ്ററിയാണ്. നമുക്കത് വിശദീകരിക്കാനോ ബുദ്ധിയിൽ ഒതുക്കാനോ സാധ്യമല്ല. കാരണം നാം മനുഷ്യരാണ്, അവൻ ദൈവമാണ്. നമുക്ക് ഗ്രഹിക്കാനൊക്കാത്ത ഒരു മിസ്റ്ററിയാണ്, മർമ്മമാണ്, രഹസ്യമാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്, വാക്കുകൾക്ക് അതീതമാണ്. ബിയോണ്ട് ഓൾ ടൈപ്സ് ഓഫ് ആർട്ടിക്കുലേഷൻസ്, എല്ലാവിധമായ പ്രകടിപ്പിക്കലിനും വിശദീകരണങ്ങൾക്കും അതീതമാണ്, അപ്പുറത്താണ്. ഇറ്റ്സ് എ മിസ്റ്ററി. നാം എന്ത് ചെയ്യണം? അവൻ വീണ്ടും വരുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കണം. ത്രിയേക ദൈവത്തിലെ ഒരാളത്വമായി ഇപ്പോഴും ഉണ്ട് പുത്രൻ തമ്പുരാൻ, എപ്പോഴും ഉണ്ട്. നമുക്ക് നിർവചിക്കാൻ ഒക്കാത്ത രീതിയിൽ നമ്മുടെ കൂടെ ഉണ്ട് പുത്രൻ തമ്പുരാൻ. നമുക്ക് നിർവചിക്കാൻ ഒക്കാത്ത രീതിയിൽ നമ്മുടെ കൂടെ ഉണ്ട്.
ത്രിയേക ദൈവത്തിൽ ഒരാളത്വമായി പുത്രൻ തമ്പുരാൻ തുടരുകയാണ്. മനുഷ്യനായിട്ടാണോ ഇനിയും വരുന്നതെന്ന് ചോദിച്ചാൽ ത്രിയേക ദൈവത്തിലെ ആളത്വമായിട്ട് വരും. ഏതാണ് ഉത്തരം? നമ്മുടെ ബുദ്ധിക്ക് അതീതമായ രീതിയിൽ വരും. മാനുഷിക വിശദീകരണങ്ങൾക്കും സങ്കല്പങ്ങൾക്കും അതീതമാണ്. നാം പ്രത്യാശയോടെ കാത്തിരിക്കുക. അതേ പറ്റുള്ളൂ. അത്ര നമുക്ക് ഒക്കുള്ളൂ. രഹസ്യാത്മകമാണ്. നമ്മൾ ഒരുക്കത്തോടെ കാത്തിരിക്കുക. വീണ്ടും വരവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ബൈബിൾ പറയുന്നു. വീണ്ടും വരവിനെ കുറിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കണം. ആ വീണ്ടും വരുന്നതിനെ കുറിച്ച് ബൈബിൾ പല സൂചനകളുണ്ട്. 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പൊ ക്രിസ്തു രണ്ടാമത്തെ വരയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബൈബിൾ. 1 തെസ്സലോനിക്കർ 4:14 പറയുന്നു, ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. മരിച്ചവർ ഉയർക്കും എന്നൊക്കെ പറയാണ്. പുനരാഗമനത്തിൽ ന്യായവിധി ഉണ്ടാകും. മർക്കോസ് 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 2 തെസ്സലോനിക്കർ 2 പറയുന്നുണ്ട്, ഈ വീണ്ടും വരവിൽ ന്യായവിധി ഉണ്ടാകും. അത്രയൊക്കെ നമുക്കറിയാം. ബൈബിൾ എത്ര പറയുന്നുണ്ട്. ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത അന്ത്യയുഗത്തിന്റെ ഉപസംഹാരമാണ് പുനരാഗമനം. ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത അന്ത്യയുഗത്തിന്റെ ഉപസംഹാരമാണ് പുനരാഗമനം. മനുഷ്യപുത്രൻ ശക്തിയോടും തേജസ്സോടും മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇത്രയൊക്കെയാണ് ബൈബിൾ പറയുന്നത്. അത്രയും നമുക്കറിയാം. അത്രയും വിശ്വസിക്കണം, കാത്തിരിക്കുക ഒരുക്കത്തോടെ. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് പുനരാഗമന സമയത്ത് അപ്പോൾ പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഭൂമിയിൽ ഉണ്ടാകും. വിശ്വാസത്തോടും ഒരുക്കത്തോടും നാം കാത്തിരിക്കണം. വീണ്ടും പറയുന്നു നീതിയും വിശുദ്ധീകരണവും ഉണ്ടാകും. 2 കൊരിന്ത്യർ 5:10 പറയും, വീണ്ടും വരവിൽ നീതിയും വിശുദ്ധീകരണവും ഉണ്ടാകും. ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നമുക്ക് ലഭിക്കുന്ന മഹത്വം ഇപ്പോൾ മറഞ്ഞിരിക്കുന്നു. മുഖാമുഖം ക്രിസ്തുവിനെ ദർശിക്കാൻ നമ്മൾ കാത്തിരിക്കും. നാം മുഖാമുഖമായി ക്രിസ്തുവിനെ ദർശിക്കും. പ്രത്യാശയോടെ കാത്തിരിക്കുക. ഇത്രയൊക്കെ ബൈബിൾ പറയുന്നത്. ആ ബൈബിൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുക. ഈ തോക്കിനകത്ത് കയറി വെറി വെക്കേണ്ടെന്ന് പറയുമല്ലോ. അതുകൊണ്ട് ഇപ്പോഴും മനുഷ്യനാണ് ചോദിച്ചാൽ ത്രിയേക ദൈവത്തിലെ ആളത്വമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിലുള്ള ദൈവ സ്വഭാവം നാം പ്രാപിക്കും. എബ്രായർ 1:3 പറയുന്നു. അപ്പോൾ തന്റെ വീണ്ടും വരവിൽ ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിലുള്ള ദൈവ സ്വഭാവം നാം പ്രാപിക്കും. അപ്പോൾ അവന്റെ സാദൃശ്യത്തിലേക്ക് നാം രൂപാന്തരപ്പെടും. 2 കൊരിന്ത്യർ 3:18. കർത്താവിന്റെ ഉയർപ്പുമായും വീണ്ടും വരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് പിന്തുടരുക. അത്ര നമുക്ക് ഒപ്പുള്ളൂ. രഹസ്യാത്മകമാണ് പല കാര്യങ്ങളും, ബുദ്ധിക്ക് അതീതമാണെന്ന് സമ്മതിക്കുക, വിനയത്തോടെ സമ്മതിക്കുക. അതറിയാൻ നമ്മൾ ദൈവമായി തീരണം. ആ മർമ്മങ്ങളും രഹസ്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നാം ദൈവമായി തീരണം. സാധ്യമല്ലല്ലോ. അതൊരു മർമ്മമാണ്. അതിന് ഉത്തരം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അത് ഉത്തരം ആവത്തുള്ളൂ കേട്ടോ. ചോദ്യകർത്താവിനെ അഭിനന്ദിക്കുകയാണ് കേട്ടോ. ഇത്രയും ചോദിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 9ാമത്തെ ചോദ്യം. ഇത് അവസാനമാണ്. കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ചോദ്യം കൂടിയാണ്. 9 ചോദ്യങ്ങളെ കിട്ടിയുള്ളൂ കേട്ടോ. സന്തോഷമായി അല്ലേ? ഞാൻ വീട്ടിൽ പോകാമല്ലോ അല്ലേ? 9ാമത്തെ ചോദ്യം, അതിന്റെ ഉത്തരം. അതിന് കുറെ ദീർഘമായി സംസാരിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ ഉത്തരം ഭംഗിയാകാൻ വേണ്ടിയാണ് ദീർഘമായി സംസാരിക്കുന്നത്. മനസ്സിലായി? 9ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാന ഇന്ന് അനുഷ്ഠിക്കപ്പെടുന്ന വിധത്തിൽ ഇവോൾവായി വന്ന നാൾ വഴികൾ ചുരുക്കത്തിൽ വിശദീകരിക്കാമോ? നിങ്ങളെ വായിക്കാൻ ചോദ്യം. വിശുദ്ധ കുർബാന ഇന്ന് അനുഷ്ഠിക്കപ്പെടുന്ന വിധത്തിൽ ഇവോൾവായി വന്ന നാൾ വഴികൾ ചുരുക്കത്തിൽ വിശദീകരിക്കണം.
വിശുദ്ധ കുർബാനയെ കുറിച്ചൊരു ചോദ്യമാണ്. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ആദ്യം സ്കെലിറ്റൻ രൂപത്തിൽ വന്നു. സ്കെലിറ്റൻ എന്ന് വെച്ചാൽ അസ്ഥിയെ, സ്കെലിറ്റൻ രൂപത്തിൽ വന്നു. പിന്നെ ഫ്ലഷ് ചേർത്തു, മാംസം ചേർത്തു. എന്നൊറ്റ വാക്യത്തിൽ ഉത്തരം പറയാം. കുർബാന അനുഷ്ഠാനത്തെ കുറിച്ച് അവിടെ ചോദ്യം. ആദ്യം സ്കെലിറ്റൻ രൂപത്തിലായിരുന്നു, പിന്നെ അതിനോട് ഫ്ലഷ് ചേർക്കപ്പെട്ടു, മാംസം ചേർക്കപ്പെട്ടു. എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം. ബൈബിൾ അതിന്റെ സ്കെലിറ്റൻ രൂപമുണ്ട്. കുർബാനയുടെ ആദിമ രൂപം ബൈബിളിലുണ്ട്. സ്കെലിറ്റൻ രൂപം, അസ്ഥി രൂപം. അപ്പോസ്തല പ്രവൃത്തി 2:43 മുതൽ 46 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2:43 മുതൽ 46 വരെയുള്ള വാക്യം. അവർ ഒരുമനപ്പെട്ടു. ഇന്നത്തെ കൂടിവരവിൽ ഒരുമനയുണ്ടോ? ഒരുമയുണ്ടോ? എല്ലാ കാര്യങ്ങളും ഒരുമ സൃഷ്ടിക്കണം കേട്ടോ. ഒരുമയുള്ളവരാകും കേട്ടോ. വൈരാഗ്യവും വാശിയും ദേഷ്യവും ഒക്കെ അങ്ങ് മാറ്റണം. ഒരുമയുള്ളവരാണ്. ആദിമ ക്രൈസ്തവർ ഒരുമനപ്പെട്ടു, ദേവാലയത്തിൽ കൂടി വന്നു. അപ്പൊ ദേവാലയത്തിലാണ് കുർബാന, വീട്ടിലല്ല, ദേവാലയത്തിൽ കൂടി വന്നു. ഒരുമനപ്പെട്ടു, ദേവാലയത്തിൽ കൂടി വന്നു. അപ്പം നുറുക്കി ദൈവത്തെ സ്തുതിച്ചു. അപ്പൊ ഈ അപ്പം നുറുക്കൽ പ്രക്രിയയോടുകൂടി കൂട്ടിച്ചേർത്തു. ദൈവത്തെ സ്തുതിപ്പുകൾ കൂട്ടിച്ചേർത്തു. പിന്നീട് സ്തുതിക്കുന്ന പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്തു. അവർ ദൈവത്തെ സ്തുതിച്ചു എന്നാ പറയുന്നത്. കൃപ അനുഭവിച്ചു എന്ന് പറയും. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ അത് ബൈബിളിലെ സ്കെലിറ്റൻ രൂപമാണ്. ഒരുമനപ്പെട്ടു, ദേവാലയത്തിൽ കൂടി വന്നു, അപ്പം നുറുക്കി, ദൈവത്തെ സ്തുതിച്ചു. ആ സ്തുതിക്കുന്ന പ്രാർത്ഥനകളൊക്കെ പിന്നീട് കൂട്ടിച്ചേർന്നല്ലോ സ്വാഭാവികമായിട്ടും. ദൈവത്തെ സ്തുതിച്ചു, കൃപ അനുഭവിച്ചു, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ ഇതിനോട് ചേർന്ന് ആദ്യം തന്നെ ആ സ്കെൽറ്റനകത്ത് എന്തോ ഉണ്ട്? സ്ഥാപന വചനങ്ങളുണ്ട്. വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ആ സ്കെൽറ്റൻ രൂപത്തിൽ ആ സ്ഥാപിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ വാചകങ്ങൾ, എടുത്തു, വാഴ്ത്തി, ശുദ്ധീകരിച്ചു, ഇതൊക്കെ പറഞ്ഞില്ലേ? അതാണ് വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്ഥാപന വാക്കുകൾ, സ്ഥാപന വചനങ്ങൾ, വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അത് ചേർന്നേ ഇങ്ങനെ സ്കെൽറ്റനോട് ഓരോ കാര്യങ്ങൾ ചേർന്ന് വരികയാണ്. ഇത് നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം 23-ാം വാക്യം. അതിന്റെ അടുത്ത സ്റ്റേജാണ്. ബൈബിളിൽ തന്നെ നാം കാണുന്നത് കുർബാന അനുഭവത്തിന്റെ ആ കർമ്മത്തിന്റെ ഇവോൾവ്മെന്റ്, അതിന്റെ അടുത്ത സ്റ്റെപ്പാണ്. അപ്പോസ്തല പ്രവൃത്തി 28-23 ശ്രദ്ധിച്ചു കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 28-23. ഓരോ ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ മുതൽ സന്ധ്യ വരെ വിവരിച്ചു. ആദിമ സഭയുടെ കൂട്ടായ്മയിൽ എന്തോ ആധാരമാക്കിയ വിവരിച്ച മോശയുടെ ന്യായപ്രമാണ പുസ്തകവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ വിവരിച്ചു. അപ്പൊ യേശുവിനെ വിവരിച്ചത് പ്രവചന പുസ്തകങ്ങളും മോശയുടെ ന്യായപ്രമാണം ആധാരമാക്കിയാണ്. അതുപോലെ അവർ ആരാധിച്ചതും ഇത് ആധാരമാക്കിയാണ്. ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അതവിടെ അർത്ഥം ഉള്ളതാണ്. അവർ വിവരിച്ചത് മാത്രമല്ല, അവർ ആരാധിച്ചു. ആദിമസഭ ആരാധിച്ചതും മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കിയ ബേസ്മെന്റ്. അങ്ങനെ ക്രിസ്ത്യൻ വർഷിപ്പ് ഡെവലപ്പ് ചെയ്ത്, വിശുദ്ധ കുർബാന ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ വർഷിപ്പ് ഡെവലപ്പ് ചെയ്ത് സിനഗോഗ് വർഷിപ്പും ടെമ്പിൾ വർഷിപ്പും ആധാരമാണ്. അതിനോട് പിന്നീട് പല കാര്യങ്ങൾ ചേർത്തു.
സിനഗോഗ് വർഷിപ്പ് എന്ന് വെച്ചാൽ ഈ സംഘാലയത്തിലെ ആരാധന, യഹൂദന്മാരുടെ സംഘാലയത്തിലെ ആരാധന. ടെമ്പിൾ വർഷിപ്പ് യെറൂശലേം ദേവാലയത്തിലെ ആരാധന. അപ്പൊ സംഘാലയത്തിലെ ആരാധനയുടെ ഘടകങ്ങൾ കുർബാനയിലുണ്ടായി. യെറൂശലേം ദേവാലയത്തിലെ ആരാധനയുടെ ഘടകങ്ങളും കുർബാനയിൽ സ്വീകരിച്ചു, ക്രിസ്തീയ കുർബാനയിൽ സ്വീകരിച്ചു. ഈ സിനഗോഗ് വർഷിപ്പിന്റെ സംഘാലയത്തിലെ ആരാധനയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയും. ഒന്ന്, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വായന. നമ്മൾ പഴയപ്പോൾ വായിക്കത്തില്ലേ? കുർബാനയുടെ ഭാഗമല്ലേ വായന. ഒറൈത്താടെ ഒന്നാം പുസ്തകത്തിൽ മുമ്പാറയ്ക്കുമോ എന്ന് പറഞ്ഞ് ഉറൈത്തോ എന്താന്ന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മോശയുടെ പഞ്ചഗ്രന്ഥത്തിൽ നിന്ന് വായന ഉണ്ടായി. 10 കൽപ്പനകളുടെ ആവർത്തിച്ചുള്ള വായനയുണ്ടായി. റിസൈറ്റിംഗ് ദ ഡെക്കലോഗ് എന്ന് പറയും. ഈ 10 കൽപ്പനകളുടെ ഭാഗം ആവർത്തിച്ച് വായിക്കും. ഹിയർ ഓ ഇസ്രയേൽ, ഇസ്രയേലെ കേൾക്കുക എന്നുള്ള ഭാഗം ആവർത്തിച്ച് പറയും. നമ്മൾ യഹൂദന്മാരുടെ വർഷിപ്പിൽ സംബന്ധിച്ച് അത് മനസ്സിലാകും, ഇപ്പോഴും ഉണ്ട്. അത് ആവർത്തിച്ച് പറയാം. ദൈവമക്കളുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞുള്ള വചനങ്ങൾ, ബ്ലെസ്സിങ്സ്, വേർഡ്സ് ഓഫ് ബ്ലെസ്സിങ്, അനുഗ്രഹ വാക്കുകൾ. സങ്കീർത്തനങ്ങൾ പാടും. സങ്കീർത്തനങ്ങൾ കീർത്തനങ്ങളാണ്, പാട്ട് പാടുന്ന. ഇടയ്ക്ക് ഞാൻ പറയാണ്, വേദപുസ്തകം വായിക്കുമ്പോഴേ സങ്കീർത്തനം 55 അധ്യായം കയറി പറയരുത് കേട്ടോ. 55 സങ്കീർത്തനം എന്ന് പറയും, അത് പാട്ടാണ്. ഇപ്പോഴും ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, 45 സങ്കീർത്തനം പറഞ്ഞവരെ സങ്കീർത്തനം 45 അധ്യായം എന്ന് പറയും. അത് പാട്ടുകളാണ്, കീർത്തനങ്ങളാണ്, പാട്ടുകളാണ്. ഇത്രാം സങ്കീർത്തനം എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ സങ്കീർത്തനങ്ങൾ പല ഈണത്തിലും രാഗത്തിലും പാടും, ഡിഫറൻറ്റ് ട്യൂൺസ്. ആരാധനയിലും കുർബാനയിലും ഡിഫറൻറ്റ് ട്യൂൺസ് സ്വീകരിക്കും. അതാണ് പഴയമത്തിൽ സങ്കീർത്തനങ്ങളുടെ ഇടയ്ക്ക് ചില വാക്കുകളുണ്ടല്ലോ. സേല ഉണ്ടോ? സേല എന്നുണ്ടോ? ചിലൊക്കെ വായിക്കും, ദാവീദ് ഉറക്കമുണർന്നു സേല എന്ന് വായിക്കും. സേല എന്നുള്ള വായിക്കാനുള്ള അല്ലത് കേട്ടോ. സേല വായിക്കണ്ട. സേൽ എന്ന് വെച്ചാൽ ലിഫ്റ്റ് അപ്പ്, ഉയർത്തുക എന്ന്. അവിടെ പാടി വരുമ്പോൾ ശബ്ദം ഉയർത്തണം. അപ്പൊ മ്യൂസിക്കൽ നൊട്ടേഷനാണ് ആ സേല എന്നുള്ളത്. മ്യൂസിക്കൽ നൊട്ടേഷൻ, സംഗീതപരമായ സൂചക വാക്കാണ്. അവിടെ വരുമ്പം ശബ്ദം ഉയർത്തിപ്പാകും, ലിഫ്റ്റ് അപ്പ്, ഉയർത്തുക എന്ന സേൽ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ പല ഈണത്തിലും രാഗത്തിലുമാണ് പാട്ട്. അപ്പൊ കുർബാനയിൽ നമ്മൾ പല ഈണവും പല രാഗവും സ്വീകരിക്കുന്നു. അതുപോലെ പല കാര്യങ്ങൾ. അതെ, റബിമാരുടെ വ്യാഖ്യാന പ്രസംഗങ്ങൾ ഈ സംഘാരത്തിലാണ്. അതാണ് കുർബാന ഇടയ്ക്ക് ഒരു 7 മിനിറ്റെങ്കിലും പ്രസംഗിക്കണമെന്ന് പറയുന്നത്. വ്യാഖ്യാന പ്രസംഗങ്ങൾ, വചനം വ്യാഖ്യാനിച്ച് പ്രസംഗിക്കും. പിന്നെന്തുകൊണ്ട് അവിടെ അഹറോന്യ ആശീർവാദം. അപ്പൊ സംഘാലയ ആരാധന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രധാന ഘടകങ്ങളൊക്കെ കുർബാനയിൽ സ്വീകരിച്ചു. ഈ ഫ്ലഷ് കൂട്ടിച്ചേരുക, സ്കെൽറ്റനോട് ചേർന്ന് ഫ്ലഷ് കൂട്ടുക. മോശയുടെ പഞ്ചഗ്രന്ഥമുള്ള വായന നമ്മൾ വായിക്കും. 10 കൽപ്പനകൾ ആവർത്തിച്ചുള്ള പ്രാർത്ഥനകളിലൊക്കെ 10 കൽപ്പനകളൊക്കെ ഉണ്ട് നമ്മുടെ പ്രാർത്ഥന, പിതാക്കന്മാർ ക്രമീകരിച്ച പ്രാർത്ഥനകളിലൊക്കെ. ഇസ്രായേലെ കേൾക്കുക, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ഇങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടും എന്നുള്ള വാക്കുകളൊക്കെയാണ്. ഇസ്രായേലെ കേൾക്കുക, അനുഗ്രഹം ചൊല്ലിയുള്ള വാക്കുകളാണ്. സങ്കീർത്തനങ്ങൾ പാടും. മസമൂറ എന്ന് പറയുന്ന സങ്കീർത്തനം അറിയാമല്ലോ അല്ലേ? കുർബാനയിൽ സങ്കീർത്തനങ്ങളുണ്ട്, കുർബാനയുടെ ഭാഗമാക്കി നമ്മൾ. വ്യാഖ്യാന പ്രസംഗങ്ങളുണ്ട്, അഹറോന്യ ആശീർവാദം. അതിൻ്റെ പല ഘടകങ്ങളും കുർബാനയോട് ചേർക്കപ്പെടും. പിന്നെ ദൈവാലയ ആരാധനയുടെ ടെമ്പിൾ വർഷിപ്പ്, യെറൂശലേം ദേവാലയത്തിലെ ആരാധനയ്ക്ക് 3 കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല ടെമ്പിൾ വർഷിപ്പ്. സംഘാലയത്തിലെ ആരാധന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ദേവാലയ ആരാധനയിൽ 3 കാര്യം. മോർണിംഗ് ആൻഡ് ഈവനിങ് സാക്രിഫൈസ്, ബലിയർപ്പണം. രാവിലെയും വൈകിട്ടുമുള്ള ബലിയർപ്പണം. അത് നമ്മൾ ദിവസം 1 എന്നുള്ള നമ്മുടെ ക്രമീകരണം, പൗരസ്ത്യ ക്രമീകരണം അനുസരിച്ച് ബലിയർപ്പണം, കുർബാന. ഞാൻ ഈയിടെ കരികാണ്ടത്തിലുണ്ടായിരുന്നു ഈ റമ്പാച്ചൻ്റെ, മൈലപ്പുറം റമ്പാച്ചൻ്റെ ഓർമ്മയ്ക്ക് പ്രസംഗിക്കാം. അപ്പം റമ്പാച്ചൻ നിർബന്ധമായിരുന്നു
എല്ലാ ദിവസവും കുർബാന അനുഭവിക്കണം, അർപ്പിക്കണം എന്നുള്ള നിർബന്ധം. അത് ഓർത്തഡോക്സ് രീതിയാണ്, സഭയുടെ രീതിയാണ്. സൺഡേ സപ്ലിമെന്റ് അല്ല ഒരു പുരോഹിതൻ. എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തണം ഓർത്തഡോക്സ് വൈദികൻ. അത് പരമാവധി അർത്ഥവത്താണ്. നിർബന്ധമായും എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഡെയിലി സാക്രിഫൈസ്, യാഗാർപ്പണം. അപ്പം കുർബാനയെ നമ്മൾ ഒരു യാഗമായിട്ട്, ഇറ്റ്സ് എ സാക്രിഫൈസ്. 2, ധൂപാർപ്പണം. യെരൂശലേം ദേവാലയത്തിൽ ധൂപാർപ്പണം നിർബന്ധം. സലോമോന്റെ കാലം മുതലേ ഉണ്ട് ധൂപാർപ്പണം. അപ്പൊ കുർബാന ഒരു ബലിയായി നമ്മൾ അർപ്പിക്കുന്നു, കുർബാനയെ ധൂപാർപ്പണം സ്വീകരിച്ചിരിക്കുന്നു. 3 യെരൂശലേം ദേവാലയ ആരാധനയുടെ ഘടകമാണ് ഹനൂക്ക പ്രൊസഷൻസ് എന്ന് പറയും. ഹനൂക്ക പ്രൊസഷൻസ് വെച്ചാൽ പ്രൊസഷൻസ് വിത്ത് ലൈറ്റഡ് കാൻഡിൽസ്, കത്തിച്ച് പിടിച്ച ദീപവും പിടിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണങ്ങളുണ്ട് എല്ലാ ദിവസവും. ഈ 3 കാര്യങ്ങളാണ് യെരൂശലേം ദേവാലയ ആരാധനയുടെ അടിസ്ഥാന ഘടകം. യാഗാർപ്പണം, ധൂപാർപ്പണം, പ്രദക്ഷിണങ്ങൾ. കുർബാനയിലും പ്രദക്ഷിണമുണ്ട്, അറിയാമല്ലോ. കാസായം വിലാസ എടുത്തുകൊണ്ട് വരുന്നത് പ്രദക്ഷിണമാണ്. യെരൂശലേം ദേവാലയത്തെ പഴയ പ്രദക്ഷിണം നമ്മൾ കുർബാനയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രദക്ഷിണമാണ്. കത്തിച്ച ദീപവും പിടിച്ചുകൊണ്ടാണ് ഹനൂക്ക പ്രൊസഷൻസ്. ശുശ്രൂഷക്കാരൻ കത്തിച്ച ദീപവും പിടിക്കും. അപ്പൊ സംഘാലയ ആരാധനയിലെ ആരാധനാ ഘടകങ്ങളും ദേവാലയ ആരാധനയിലെ ഘടകങ്ങളും സ്വീകരിച്ചാണ് കുർബാന ഡെവലപ്പ് ചെയ്യുന്നത്. അതിനോട് ചേർന്ന് ഞാൻ ഫ്ലഷ് ചേർത്തെന്ന് പറഞ്ഞല്ലോ, കാലക്രമേണ നൂറ്റാണ്ടുകൾ കൊണ്ട് രഹസ്യമായ ഒരുക്കങ്ങൾ പിതാക്കന്മാർ നിഷ്കർഷിച്ചു. തുയോബോ ശുശ്രൂഷ, രഹസ്യമായ ഒരുക്കങ്ങൾ, പരസ്യമായ ഭാഗം, രഹസ്യമായ സമാപന ശുശ്രൂഷ, അതും കുർബാനയുടെ ഭാഗമാകണം. അല്പം ശ്രമ വേണം. ആ സമാപന ശുശ്രൂഷയുടെ പങ്കെടുക്കാനുള്ള ശ്രമ വേണം. അതും കുർബാനയുടെ ഭാഗമാണ്. രഹസ്യമായ ഒരുക്ക ശുശ്രൂഷ ചേർത്തു, പരസ്യമായ ഭാഗം ചേർത്തു, രഹസ്യമായ സമാപന ശുശ്രൂഷ ചേർത്തു, പ്രാർത്ഥനകൾ ചേർത്തു. പ്രാർത്ഥനയ്ക്ക് പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായി. പ്രൊമിയോൻ, സദറ, ഹൂസോയ പ്രാർത്ഥന, അങ്ങനെ പല ഘടകങ്ങൾ ചേർത്തു പ്രാർത്ഥനയ്ക്ക്. മധ്യസ്ഥത ചേർത്തു, ഇന്റർസെഷൻ. നമ്മുടെ തുബുദേനെല്ലാം മധ്യസ്ഥയല്ലേ? തുബുദേൻ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന ചേർത്തു. ലോകത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, പിതാക്കന്മാർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചേർത്തു. വിശ്വാസ പ്രമാണം ചേർത്തു, ആശീർവാദങ്ങൾ ചേർത്തു. ഇതെല്ലാം നൂറ്റാണ്ടുകളായി മാനുസ്ക്രിപ്റ്റ് രീതിയിലായി, കൈയെഴുത്ത് പ്രതികളായി ഇരുന്നു. അച്ഛന്മാർക്കറിയാം, യാക്കോബിന്റെ ക്രമമാണ്, സ്തോസ്തോസിന്റെ ക്രമമാണ്, പല ക്രമങ്ങളുണ്ട് കുർബാന. ഈ യാക്കോബിന്റെ ക്രമം 1-ാം നൂറ്റാണ്ടിലെ യാക്കോബ് എല്ലാം രേഖപ്പെടുത്തിയതല്ല. പിൽക്കാലത്ത് യാക്കോബ് ക്രമപ്പെടുത്തിയ സ്കെൽറ്റന്റെ പേരിൽ ഫ്ലഷ് ചേർത്ത് പിൽക്കാലത്ത് ശിഷ്യന്മാർ ഉണ്ടാക്കിയതാണ്. സ്കെൽറ്റനെ ഉള്ളായിരുന്നു യഥാർത്ഥ യാക്കോബ് ഉണ്ടാക്കിയത്. യെരൂശലേമിലെ ആദ്യത്തെ ബിഷപ്പായിരുന്നു യാക്കോബ്. അന്ന് സ്കെൽറ്റൻ ചേർത്ത്, പിന്നെ അത് ഡെവലപ്പ് ചെയ്താണ്. നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ ഡെവലപ്മെന്റ് ഉണ്ടായി. ഇന്ന കാലഘട്ടം പറയാൻ നോക്കിയില്ല. ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതോടുകൂടിയാണ് ഇത് കൂടുതൽ വ്യാപിച്ചത്. എന്നാണ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചെന്ന് പറയാമോ? എത്ര നൂറ്റാണ്ടിലാണ്? 18-ാം നൂറ്റാണ്ട് ഏകദേശം ഒന്ന് കൂട്ടിക്കും. ആ കാലഘട്ടത്തിലാണ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചോടെയാണ് ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതുവരെ മാനുസ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, കൈയെഴുത്ത് പ്രതികളായി സൂക്ഷിച്ചു വന്നതാണ്. മലങ്കരയിൽ ഇങ്ങനെ ഒത്തിരി കൈയെഴുത്ത് പ്രതികളുണ്ടായിരുന്നു. അതാണ് മെനേസിസ് നശിപ്പിച്ചായിരുന്നു. പഴയ പള്ളികളിൽ നിന്ന് ഇവിടുത്തെ ആരാധനാ രീതികളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി മാനുസ്ക്രിപ്റ്റ് എല്ലാം നശിപ്പിച്ചു. ഇപ്പൊ ചില വിദ്വാൻമാർ പറയും എല്ലാം സിറിയയിൽ നിന്ന് കിട്ടിയത്. നമ്മുടെ പല പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ മറുപടി കൊണ്ടുണ്ട്, കളസമല്ലാതെ ബാക്കി എല്ലാം സിറിയക്കാടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പണ്ഡിതൻ പറഞ്ഞത് തെറ്റാണ്. കുർബാനയുടെ പ്രാഗ്രൂപം, പഴയ രൂപം പേർഷ്യയുമായുള്ള ബന്ധത്തിൽ മലങ്കരയിൽ ഉണ്ടായിരുന്നു.
വിശുദ്ധ കുർബാനയുടെ പ്രാചീന രൂപം കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സുറിയാനി അല്ല, നൂറ്റാണ്ടുകളായ പ്രാഗ്രൂപം. ഈ പണ്ഡിതന്മാർക്ക് വരുന്ന ആപത്താണ് അവരെ സെൽഫ് ഗോളായി കാണിക്കുന്നത്. ഈ പാണ്ഡിത്യം കൂടുമ്പോൾ അഹങ്കാരം കൂടും, സെൽഫ് ഗോളായി. സഭയല്ല അവർ നോക്കുന്നത്, സ്വന്തം മഹത്വം നോക്കുന്നത്. വസ്തുതകളെ യാഥാർത്ഥ്യമായിട്ട് കാണുക. ആരാധനയുടെ കുർബാനയുടെ പ്രാഗ്രൂപം കൂടെ ഉണ്ടായിരുന്നു മലങ്കര. അപ്പൊ അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച് ചോദ്യകർത്താവ് പറഞ്ഞ ചുരുക്കത്തിൽ പ്രതിപാദിക്കാനാണ്. ഇത്രയും പറഞ്ഞാൽ പോരെ, മതി. കൂടുതൽ താല്പര്യമുള്ളവർ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് കൂടുതൽ മനസ്സിലാക്കും. അപ്പം ചോദ്യങ്ങളെല്ലാം പ്രസക്തമായിരുന്നു, അർത്ഥവത്തായിരുന്നു. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു, വളരെ സന്തോഷം.